ഈ വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു പ്രയോഗമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടത്തുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം തറ നേതാവാണ് എന്നുള്ളതാണ്. തറ പ്രതികരണങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു വെറുപ്പ് കൊടുത്ത് വെറുപ്പ് വാങ്ങുന്ന നേതാവാണ് എന്ന്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയാണ് ഇവിടെ വെറുപ്പ് കലർന്ന പ്രസംഗങ്ങൾ മുൻപ് നടത്തിയിട്ടുള്ളത്. അത് നമ്മൾ കേരളം കണ്ടിട്ടുള്ളതാണ്. മുമ്പ് ലീഗുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങളുണ്ട്. ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായിട്ടാണ് പലപ്പോഴും വെള്ളാപ്പള്ളി കണ്ടിട്ടുള്ളത്. ഡോക്ടർ മുബാറക് പാഷ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി അല്ലേ, അവിടെ VC ആക്കിയ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. അതിനേക്കാൾ ഒക്കെ അപ്പുറം മാൻഹോളിൽ വീണ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിനൊടുവിൽ മരിച്ച നൌഷാദിൻ്റെ കുടുംബത്തിന് സഹായം ചെയ്തപ്പോൾ ആ സർക്കാരിനെതിരെ നടത്തിയ അതിക്രൂരമായ പ്രതികരണം, അത് അദ്ദേഹം നടത്തിയ പ്രതികരണമൊക്കെ അല്പം ചിരിച്ചുകൊണ്ടൊക്കെയാണ് അന്ന് പ്രതികരിച്ചത്. ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊരു കേസാവുകയും അറസ്റ്റിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു. അന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയായിരുന്നു. ആ നടപടിയിലേക്ക് പോയത് ആഭ്യന്തരമന്ത്രി തന്നെയാണ് ആ നടപടി എടുത്തത്. രമേശ് ചെന്നിത്തലയാണ് നടപടിയെടുത്തത് എന്നൊരു കൗതുകം കൂടി അവിടെയുണ്ട്. അപ്പോൾ ഇത്തരം പ്രതികരണങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു വെള്ളാപ്പള്ളി. ഇനി UDFുമായി വെള്ളാപ്പള്ളിയുടെ ബന്ധം പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാലത്തും UDFുമായി അങ്ങനെ വെള്ളാപ്പള്ളിക്കൊരു ബന്ധം ആ രൂപത്തിലില്ല എന്ന് വേണം മനസ്സിലാക്കാം. ചില നേതാക്കൾക്ക് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ബന്ധമുണ്ടാകാം. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറയുന്നത് കേൾക്കുന്ന രീതിയിൽ UDF വരിക, UDFിൻ്റെ നിലപാടിന് വിലവയ്ക്കുന്ന രീതിയിൽ വെള്ളാപ്പള്ളി പ്രതികരിക്കുക, അങ്ങനെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം എല്ലാ ഘട്ടത്തിലും ഒന്നുകിൽ LDFുമായി നല്ല ബന്ധം, അതോടൊപ്പം തന്നെ ഇപ്പോൾ BDJs ഒക്കെ വന്ന ഘട്ടത്തിൽ അപ്പുറത്തേക്കും കുറച്ച് നല്ല അഭിപ്രായം പറയും. മോദി നല്ല പ്രധാനമന്ത്രിയാണ്, പിണറായി വിജയൻ നല്ല മുഖ്യമന്ത്രിയാണ് എന്ന് അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കുന്ന ഒരു പ്രതികരണമാണ് പൊതുവെ നമ്മൾ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ളത്. ഇനി വെള്ളാപ്പള്ളി എന്ന സമുദായ നേതാവ് പറയുന്നത് കേട്ട് വോട്ട് ചെയ്യുന്നവരല്ല യഥാർത്ഥത്തിൽ വിഭാഗത്തിൽ കൂടുതലുള്ളത് എന്നുള്ളതാണ് നമുക്ക് തെരഞ്ഞെടുപ്പുകളിലുള്ള ഫലം നൽകുന്ന ഒരു സൂചന. അദ്ദേഹം ആരൊക്കെയാണോ പരാജയപ്പെടുത്താൻ ഉദ്ദേശിച്ച് ശക്തമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത് അവരൊക്കെ തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നേരത്തെ VM സുധീരൻ്റെ കാര്യത്തിലായാലും അതൊരു പോര് തന്നെയായിരുന്നു. അവർക്കിടയിൽ പ്രതികരണങ്ങൾ പരസ്പരം നന്നായി ശക്തമായി തന്നെ വന്നിട്ടുണ്ട്. VM സുധീരനെതിരെ നടത്തിയ പ്രതികരണമായാലും പിന്നീട് KC വേണുഗോപാലിനെതിരെ നടത്തിയ പ്രതികരണമായാലും ഏറ്റവും ഒടുവിൽ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും തോക്കണമെന്ന് പറഞ്ഞതാണ്. ഇവരൊക്കെ തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു എന്നുള്ളതാണ്. ഇനി VD സതീശനെ എതിരെ എന്താണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിക്ക് VD സതീശനോട് പ്രശ്നം? അങ്ങനെ വെള്ളാപ്പള്ളിയും VD സതീശനും തമ്മിലൊരു പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആരും നേരത്തെ മുൻകാലത്ത് കണ്ടിട്ടില്ല. അങ്ങനൊരു പോര് നമ്മൾ കണ്ടിട്ടില്ല. അതേസമയം സുകുമാരൻ നായരും VD സതീശനും തമ്മിലുള്ള പോര് നമ്മൾ കൃത്യമായ പ്രതികരണങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. ആ ബൈറ്റുകൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയുമായിട്ടൊരു മത്സരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഇടുക്കിയിൽ ശവമഞ്ച ഘോഷയാത്ര, PT തോമസിൻ്റെ ശവമഞ്ച ഘോഷയാത്ര നടത്തിയ ഗാഡ്ഗിൽ വിഷയത്തിലെ ഉണ്ടായ ആ പ്രതിഷേധം, സഭയുടെ പ്രതിഷേധം. അന്ന് ബിഷപ്പ് ആനിക്കുഴിക്കാട്ടിൽ അതിശക്തമായ മോശം പ്രതികരണങ്ങൾ ചില നടത്തിയിരുന്നു. കോൺഗ്രസിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അന്ന് ഡീൻ കുര്യാക്കോസിനെ അവിടെ കയറ്റാത്ത സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണമുണ്ട്. KPCC പ്രസിഡന്റിനെയും DCC പ്രസിഡന്റിനെയും ഒന്നും ഒക്കെ തീരുമാനിക്കുന്ന ഹൈക്കമാൻഡാണ്, അത് സഭ തീരുമാനിക്കേണ്ട. അതേസമയം കോതമംഗലം പള്ളിയിൽ ആര് കയറണം എന്നുള്ളത് പള്ളി തീരുമാനിക്കട്ടെ, അത് കോൺഗ്രസ് തീരുമാനിക്കില്ലല്ലോ എന്നൊരു പ്രതികരണം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു വെള്ളാപ്പള്ളിയുടെ. അതല്ലാതെ ആ രൂപത്തിൽ ഇവർ തമ്മിലൊരു നേരിട്ടുള്ള പോര് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ വെറുതെ കോൺഗ്രസിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചില പ്രതികരണങ്ങൾ നടത്തി ബഹളം ഉണ്ടാക്കുക എന്നാണ്. ഇനി VD സതീശൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം 5 തവണ മത്സരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെയാണെങ്കിൽ ഒരുപാട് ഈഴവ വോട്ടർമാരുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ അതൊന്നുമല്ല കാരണം കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ അഭിമുഖത്തിൻ്റെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ VD സതീശനൊപ്പമില്ല, രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പമില്ല. അപ്പോൾ വെറുതെ അങ്ങനെ കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുക എന്നതിലപ്പുറം അദ്ദേഹം വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി ഇതിലെന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നില്ല? ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിനോട് പ്രതികരിച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ വഷളാകട്ടെ എന്ന് തീരുമാനിക്കില്ലല്ലോ. കാര്യങ്ങൾ വഷളാകരുത് എന്ന് തന്നെയാണല്ലോ കോൺഗ്രസ് ഇതുവരെ തുടങ്ങാത്ത ഒരു ചർച്ചയിൽ ഇങ്ങനെ അഭിപ്രായവുമായി സാമുദായിക നേതാക്കൾ വരുമ്പോൾ അവരങ്ങനെ നടത്തിപ്പോകട്ടെ. അതിലപ്പുറം അതിലേക്ക് ഒരു പരസ്യ തർക്കത്തിന് പോകുന്നില്ല. ഇനി കെ സുധാകരൻ എന്ന് പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ അതിലൊരു രാഷ്ട്രീയ കൗതുകമുണ്ട്. കെ സുധാകരനും അപ്പുറത്ത് VD സതീശനും അവർ തമ്മിലുള്ള ചില സ്വരചേർച്ചയില്ലായ്മയുടെ ഭാഗമായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ പരസ്യമായി തന്നെ കണ്ടിട്ടുള്ളതാണ്. ആ കാലം പിന്നീട് അത് കഴിയുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ രണ്ടുപേരും അത് അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് കെ സുധാകരൻ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി ഈ
വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു വെള്ളാപ്പള്ളി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെ ശക്തമായ പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. വി ഡി സതീശനെ പോലെ ഒരു നേതാവ് എന്ന് വി ഡി സതീശനെ കൃത്യമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രതികരണം വരുന്നു. അപ്പുറത്ത് പിന്നീടും ചോദ്യം വരുന്നു, അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല നല്ല നേതാവല്ലേ എന്നും മുഖ്യമന്ത്രി ആകാൻ യോഗ്യനല്ലേ എന്ന ചോദ്യം വരുമ്പോൾ അദ്ദേഹവും യോഗ്യനാണല്ലോ എന്ന മറുപടി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. യോഗ്യനല്ല എന്ന് പറയുമ്പോഴാണല്ലോ അവിടെ വാർത്ത വരുന്നത്. ചോദ്യം ചോദിക്കുന്നു, അതിന് മറുപടി പറയുന്നു. ചോദ്യമല്ലാതെ സ്വന്തം നിലയ്ക്ക് എടുത്ത ഒരു നേതാക്കളും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ കോൺഗ്രസ് ഇതിൽ വീഴാൻ പോകുന്നില്ല, വെള്ളാപ്പള്ളി കുഴിച്ച കുഴിയിലേക്ക് ചാടാൻ പോകുന്നില്ല എന്നതാണ് അതിലെ പ്രതികരണം എന്ന് മനസ്സിലാക്കുന്നത്. ഇനി ലീഗിന് ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലയാണോ അതോ വി ഡി സതീശനാണോ എന്നൊരു താരതമ്യത്തിലേക്ക് പോകുന്നു എന്നും അവിടെ രമേശ് ചെന്നിത്തലയ്ക്കാണ് കൂടുതൽ സ്വീകാര്യത എന്നൊരു രൂപത്തിലും വിലയിരുത്തലുണ്ട്. ഞാൻ ചില ലീഗ് നേതാക്കളുമായി സംസാരിച്ചില്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ലീഗിനകത്ത് അത്തരം ചർച്ചകൾ നടന്നിട്ടില്ല. ഇനി ബന്ധവുമായി നോക്കുകയാണെങ്കിൽ നേരത്തെ ഉമ്മൻചാണ്ടി, കെ എം മാണി, പി കെ കുഞ്ഞാലിക്കുട്ടി ഈ ത്രയമായിരുന്നല്ലോ. ആ ഘട്ടങ്ങളിൽ ആ മുതിർന്ന നേതാക്കൾ പരസ്പരമെല്ലാം സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പാണക്കാട്ടേക്ക് ഉമ്മൻചാണ്ടിയും പോകുന്നു. അങ്ങനെയൊരു ശക്തമായ ബന്ധം അവർക്കിടയിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വി ഡി സതീശൻ വരുമ്പോൾ താരതമ്യേന കുഞ്ഞാലിക്കുട്ടിയിൽ ജൂനിയറാണ്. അപ്പോൾ ജൂനിയറായൊരു നേതാവ് വരുമ്പോൾ അങ്ങനെയൊരു ഐക്യം തുടക്കത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഇല്ലാതായി എന്ന് തന്നെയാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടാണെങ്കിലും തങ്ങളായിട്ടുമാണെങ്കിലും വി ഡി സതീശൻ്റെ ബന്ധത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. നേരത്തെ പാണക്കാട് പോകുന്നില്ല എന്നൊരു പ്രശ്നം നിലനിന്നിരുന്നു പറയുന്നു. പക്ഷേ അതും പരിഹരിച്ചു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. പക്ഷേ ഈ താരതമ്യത്തിലേക്കും അല്ലെങ്കിൽ ആരാണ് നല്ലത് എന്ന താരതമ്യത്തിലേക്കൊന്നും പോയിട്ടില്ല. ഈ ഇരു നേതാക്കൾക്കും നല്ല ബന്ധമാണ്. രമേശ് ചെന്നിത്തലയായി നേരത്തെ തന്നെ നല്ല ബന്ധമാണ്. ആ ബന്ധത്തിൽ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഇനി ഇതിലിവർ പറയുന്നത് ഇത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ലീഗ് അഭിപ്രായം പറയേണ്ട ഘട്ടത്തിൽ ലീഗ് അഭിപ്രായം പറയും. പുറത്തേക്ക് അതുമേൽ മറ്റൊരു പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടില്ല. ഇനി ഈ സാമുദായിക സംഘടനകളുമായി അല്ലെങ്കിൽ സാമുദായിക നേതാക്കളുമായി ഒന്നും മോശം അവസ്ഥയിലാകരുത് എന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ബന്ധവും വേണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭകളുമായിട്ടുള്ള ബന്ധവും അതിൽ ഇപ്പോൾ വി ഡി സതീശൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ ലീഗ് ശ്ലാഘിക്കുന്നുമുണ്ട്. മുനമ്പം വിഷയത്തിലടക്കം അങ്ങനെ ഒരു ഒരുമിച്ചുള്ള പോക്ക് ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് എന്ന് വിലയിരുത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ വി ഡി സതീശൻ്റെ പ്രവർത്തനത്തെയും അവർ നല്ല രീതിയിൽ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പരസ്യ പ്രതികരണത്തിന് ഏതായാലും ലീഗ് ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതേസമയം നേരത്തെ ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷ ഒരു ഘട്ടത്തിൽ ശശി തരൂർ കേരളം മുഴുവൻ സഞ്ചരിച്ച് അങ്ങനെ ഒരു സ്വീകാര്യത നേടാനുള്ള ശ്രമവും നടത്തിയിരുന്നല്ലോ. അന്ന് ആ ശ്രമത്തിന് ഒരു ഘട്ടം വരെയും ലീഗ് പിന്തുണ നൽകിയിരുന്നു. പിന്നീട് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ ആണ് ആ ബന്ധം പിന്നീട് മോശമായി പോയത്. മാത്രമല്ല BJPയോട് ഇപ്പോൾ ഒരു മൃദു സമീപനം ശശി തരൂരിനുണ്ട് എന്നൊരു സംശയം കൂടി യഥാർത്ഥത്തിൽ ലീഗിനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തരൂർ ഒരു തരത്തിലും അവർക്കിപ്പോൾ ഒരു പ്രതീക്ഷയല്ല. അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന നേതാക്കൾ അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ. കോൺഗ്രസ് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ അതിനകത്ത് പറയാം എന്നത് മാത്രമാണ് അവർ പറയുന്നത്. അപ്പോൾ സമുദായ നേതാക്കളാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുക എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സമുദായ നേതാക്കൾ ഈ വിലപേശലിനും ഈ പ്രതികരണത്തിനും വരുന്നത് UDFുമായി ബന്ധപ്പെട്ട് മാത്രമാണ് എന്നൊരു കാര്യം കൂടി അവിടെ നിൽക്കുന്നു. LDF നേതാക്കളെ ഇങ്ങനെ വെല്ലുവിളിക്കാനും ഞങ്ങൾ പറയുന്ന ആളെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറയാനും ഇവിടെ ധൈര്യം ഈ സമുദായ നേതാക്കൾക്കും CPMുമായി ബന്ധപ്പെട്ടില്ല. ആ നിലയ്ക്ക് CPMൻ്റെ നിലപാടിനെ ശ്ലാഘിക്കേണ്ടി വരും. അങ്ങനെ ഒരു വിലപേശലിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത്. മറിച്ച് അപ്പുറത്ത് പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ പുകഴ്ത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കൊടുക്കാനും കിട്ടാനുമുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് എന്നുള്ള കാര്യം SNDP യോഗത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മുന്നിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഏതായാലും വിലപേശൽ തന്നെയാണ്. വിലപേശൽ എന്നതിനപ്പുറം എന്താണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയില്ലേ, ആ രൂപത്തിലേക്ക് പോകും. Meet the editors.